ഇപ്പോൾ കെ സുധാകരന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകണം. ചെന്നിത്തലയെ കണ്ട ശേഷം അദ്ദേഹം പ്രതികരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. രമേശ് ചെന്നിത്തലയും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. ഇരുവരും തമ്മിൽ വളരെ നല്ലൊരു സൗഹൃദ സംഭാഷണം നടന്നു എന്ന് കരുതുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെ സുധാകരനാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് ആദ്യം പറഞ്ഞത്. പക്ഷേ പിന്നീട് അദ്ദേഹം കെ സി പക്ഷത്തേക്ക് മാറുന്നതാണ് കണ്ടത്. കെ സിക്ക് വേണ്ടി വാദിക്കുന്നതാണ് കണ്ടത്. ഏതായാലും രമേശ് ചെന്നിത്തലയെ കണ്ട ശേഷം സുധാകരൻ ഇറങ്ങി വരികയാണ്. അൻവർ സാദത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളെ നമുക്ക് ഇവിടെ കാണാം. അൻവർ സാദത്ത് ഏറെക്കുറെ മന്ത്രിസ്ഥാനം ഉറപ്പിക്കുന്നു. IC ബാലകൃഷ്ണന്റെ കാര്യത്തിലാണ് തീരുമാനമാകേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. ചെന്നിത്തലയുടെ മുഖത്ത് ഇപ്പോഴും ഒരു പിരിമുറുക്കമുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും തീരുമാനമായിട്ടില്ല. പ്രതികരണങ്ങൾ തന്ന ഒരു പക്ഷേ അദ്ദേഹത്തിന് അടുത്ത് കാണും. കെ സുധാകരൻ വരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. കെ സുധാകരൻ പതിവ് ശൈലിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ തിരക്ക് കൂട്ടുന്നതിനെ പറയുകയാണ്. നിങ്ങൾ പറയുന്നുണ്ടോ? ഞാൻ പറയുന്നില്ല. ഇല്ലെന്നാ ഞാനും പറയുന്നില്ല. കേസ് പറഞ്ഞു. എന്താ എന്തെങ്കിലും അറിയണ്ടേ? എല്ലാം ശുഭമായി അവസാനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്കകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും മാനമായി ഇത്രയും സമാധാനപരമായി തീർത്ത നല്ല സംഭവമാണിത്. അതുകൊണ്ട് കോൺഗ്രസിന് ഒരു പുതിയ മുഖച്ഛായ വന്നു. പരിഹരിക്കപ്പെട്ടത് ന്യായമായ എല്ലാ ആളുകളെയും പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി. ചെന്നിത്തലയുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എന്തോ ഒരു ചെറിയൊരു പോരായ്മ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് കാലക്രമേണ തീർത്തു കൊടുക്കും. ശരി, ഓക്കെ. കെ സുധാകരനെ കാണുന്ന എപ്പോഴും സന്തോഷമുള്ള കാര്യം. കെ സുധാകരനുമായിട്ടുള്ള ഏത് ചർച്ചയും സംഭാഷണവും സംതൃപ്തികരം തന്നെയാണ്. ഞാനും അദ്ദേഹവും വളരെ വർഷങ്ങളുടെ ബന്ധമാണല്ലോ. ഞാൻ KPC പ്രസിഡൻ്റായി 10 വർഷം ഇരുന്നപ്പോൾ എന്നോടൊപ്പം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത്ര മനസ്സിന് വലിയ വലിപ്പമുള്ള ആളാണ് കെ സുധാകരൻ. കോൺഗ്രസിലെ കേരളത്തിലെ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് എപ്പോഴും. അത് പ്രവർത്തകർക്ക് ഒരു ആവേശമാണ്. തീർച്ചയായും സുധാകരൻ ഇവിടെ വന്നതിൽ വലിയ സന്തോഷം രേഖപ്പെടുന്നു. ആ മനസ്സും ആ വികാരവും ഇന്നും എന്നും അദ്ദേഹത്തോടൊപ്പം കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങളെ അറിയിക്കുന്നു. മനസ്സിലായിനാ? നീ കാല് തെറ്റിയാലുണ്ടല്ലേ നിന്റെ മേത്ത് വീഴുന്നത് ഞാനാണ്. ശരി, എല്ലാം ശുഭമായി അവസാനിച്ചു എന്നാണ് നേതാക്കൾ പറയുന്നത്. ഏതായാലും കെ സുധാകരൻ രമേശ് ചെന്നിത്തലയെ എത്തി കണ്ടിട്ടുണ്ട്. കെ സുധാകരൻ കാണുന്നത് സന്തോഷമാണ് എന്ന് പറയുകയാണ് രമേശ് ചെന്നിത്തല.